Good morning. Good morning, ma'am. Good morning, ma'am. Good morning, miss. Morning. Good morning, miss. മഴയുണ്ടോ നിങ്ങളുടെ നാട്ടില്? നല്ല മഴ. നല്ല മഴ. നമുക്ക് നല്ല ക്ലാസ് ഉണ്ടായിരുന്നില്ല. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഇതായിരുന്നു. 4 P's of marketing വരാനല്ലേ നമ്മൾ എടുത്തത്. വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, വായിച്ചായിരുന്നു എല്ലാവരും? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോർഷൻ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? വായിച്ചല്ലേ. ഓക്കെ, ഡെഫിനിഷൻസ് പറഞ്ഞായിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഡെഫിനിഷൻസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റിംഗിന്റെ സെവറൽ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ജസ്റ്റ് 2 എക്സാമ്പിൾസ് ആയിട്ട് നോക്കിയിരുന്നത്. പിന്നെ മാർക്കറ്റ് റിസർച്ച് എന്തായിരുന്നു എന്ന് നോക്കി. നെക്സ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ആരിൽ നിന്നാണ് എഫക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത്, അതിന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് 4 P's of മാർക്കറ്റിംഗ് ആയിരുന്നു. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രമോഷൻ, പ്ലേസ്. ഇനി നെക്സ്റ്റ് ആണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ആൻഡ് പ്രൊമോഷണൽ സ്ട്രാറ്റജി, പ്രൈസിംഗ് സ്ട്രാറ്റജീസ് അല്ലെ. അങ്ങനെ നമ്മള് നേരത്തെ 4 P's of മാർക്കറ്റിംഗ് നോക്കിയായിരുന്നില്ലേ? അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റ് 4 P's തന്നെയാണ് കേട്ടോ. അവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വരുന്ന ഇതിൽ പഠിക്കും, വരുന്ന പോർഷനിൽ പഠിക്കും. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി പ്ലേസ് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോ അങ്ങനെയുള്ള 4 4 P's of മാർക്കറ്റിംഗ് പഠിച്ചതുപോലെ തന്നെ ആ 4 P'കളൊന്നും ഓർത്ത് വെക്കുക. അതിലേക്ക് ഒരു സ്ട്രാറ്റജീസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, നമ്മള് എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, എന്തൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് നമ്മൾ അടുത്ത പോർഷനിൽ പഠിക്കുന്നതാണ്. ഒന്ന് ഓർത്ത് വെക്കുക. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിനെ പ്രൈസ് സ്ട്രാറ്റജി എന്ന് പറയുന്നുണ്ട്. അതുപോലെ പ്രമോഷൻ സ്ട്രാറ്റജി, പ്രൈസിംഗ് സ്ട്രാറ്റജി. ഇനി എന്താണ് മാർക്കറ്റിംഗ് മിക്സ്? മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്ന് നോക്കിയേ. ദ മിക്സിംഗ് ഓഫ് 4 strategies. Mixing of the 4 strategies. അത് വരി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രമോഷണൽ സ്ട്രാറ്റജി ഉണ്ട്, പ്രൈസിംഗ് സ്ട്രാറ്റജി ഉണ്ട്. ഈ 4ന്റെയും മിക്സിംഗിനെ പറയുന്നതാണ് മിക്സിംഗ് ഓഫ് ദി 4 സ്ട്രാറ്റജിനെ പറയുന്നതാണ്. ചുരുക്കി പറയുന്നതാണ് കേട്ടോ, സിമ്പിൾ ആക്കി പറഞ്ഞതാണ്. മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് മാർക്കറ്റിംഗ് മിക്സ് ആണ്. The mixing of 4 strategies for a successful marketing programs and the 4 containment. Containment എന്ന് പറഞ്ഞാൽ എന്താണ്? Containment എന്താണ് മീനിങ് വരുന്നത്? Containment എന്തായിരിക്കാം മീനിങ്? Contentment, സംതൃപ്തി, കസ്റ്റമേഴ്സിന്റെ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അത് തന്നെയാണ് കണ്ടന്റ്മെന്റിന്റെ മീനിങ് കേട്ടോ. കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാല് സംതൃപ്തി. ഓഫ് ദ ചൂസൺ കൺസ്യൂമർ സെഗ്മെന്റ് ഈസ് കോൾഡ് മാർക്കറ്റിംഗ് മിക്സ്. അപ്പോ 4 സ്ട്രാറ്റജീസ് അല്ലേ. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രമോഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രൈസിംഗ് സ്ട്രാറ്റജി ഉണ്ട്. ഈ 4ന്റെയും മിക്സിങ്ങിനെ പറയുന്നതാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന്. അതുപോലെ തന്നെ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റുകള് സക്സസ്ഫുൾ ആവുക, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ സംതൃപ്തിക്ക് അനുസരിച്ച് ആ പ്രൊഡക്റ്റ് നമ്മള് ഈ സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് മാർക്കറ്റിൽ ഇറക്കുന്നതിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും പഠിച്ചാൽ മതി നിങ്ങള്. ദ മിക്സിംഗ് ഓഫ്
ഫോർത്ത് സ്ട്രാറ്റജി സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നതാണ്. ഒന്ന് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് വെച്ചിട്ടൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇപ്പൊ തന്നെ നമ്മൾ പറയുമ്പോൾ തന്നെ ഒന്ന് പഠിച്ചു വെക്കാം. ദ മിക്സിംഗ് ഓഫ് ഫോർത്ത് സ്ട്രാറ്റജി, അതാണ് ഇത് മാർക്കറ്റിംഗ് മിക്സ്. ഏതൊക്കെ 4 സ്ട്രാറ്റജീസ് കൂടി ചേർന്നതാണ്? 4 സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരുന്നത്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? സ്ട്രാറ്റജി എന്താണ്? തന്ത്രങ്ങളല്ലേ? മാർക്കറ്റിൽ നമ്മൾ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട തന്ത്രങ്ങളുണ്ട്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്. PDF-ൽ എന്താണ്? ഇങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, പ്രൊമോഷൻ സ്ട്രാറ്റജി, അതുപോലെ തന്നെ പ്രൈസിംഗ് സ്ട്രാറ്റജി എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ ഓരോ സ്ട്രാറ്റജിനെ കുറിച്ച് നമ്മൾ നോക്കിയല്ലേ. ഇനി എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്താണ്? ഓക്കെ. അപ്പോ മാർക്കറ്റിംഗ് മിക്സ് അതിന്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. മിക്സിംഗ് ഓഫ് ദ ഫോർത്ത് സ്ട്രാറ്റജി. ചുരുക്കി സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നതാണ്. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ആ സെന്റൻസ് കണ്ടു കഴിഞ്ഞാല് അതെന്താണ്, അതെന്തിനെയാണ്, എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ അതെന്താണ് മീൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റണം കേട്ടോ. മാർക്കറ്റിംഗ് മിക്സ് ആണ്. നെക്സ്റ്റ് ആണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കേട്ടോ. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി നോക്കാം. എ ഡിസിഷൻ അബൌട്ട് എ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. ഡിസിഷൻ അബൌട്ട് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് അല്ലെ. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ഡിസിഷൻ ആണ് എടുക്കുന്നത്? ന്യൂ പ്രൊഡക്റ്റ്, ഒരു പുതിയ പ്രൊഡക്റ്റ് വികസിപ്പിച്ചെടുക്കുന്നതിനെ കുറിച്ചുള്ള ഡിസിഷൻ ആണ് അവിടെ, തീരുമാനങ്ങളാണ് അവിടെ എടുക്കുന്നത്. ഓക്കെ. അപ്പോ ഡിസിഷൻ, പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ ഡിസിഷൻ എന്താണ്? ഇതിനെ കുറിച്ചാണ്. ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഡിസിഷൻ ആണ്, തീരുമാനമാണ് അവിടെ എടുക്കുന്നത്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് offering the right consumer goods and services to the right target audience. ഇനി എന്താണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓഫറിംഗ് ദ റൈറ്റ് കൺസ്യൂമേഴ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ്. ശരിയായ കൺസ്യൂമേഴ്സിന് ശരിയായ രീതിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ ഓഫർ ചെയ്യുന്നത്. മനസ്സിലായോ? എന്താണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി? അത് ഓഫർ ചെയ്യുന്നത് എന്താണ്? ശരിയായ കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ ശരിയായ കസ്റ്റമേഴ്സിന് ശരിയായ രീതിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ്, റൈറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് അവിടെ ഓഫർ ചെയ്യുന്നത്. ഇനി എന്താണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഓഫ് ക്വാളിറ്റി, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കുന്നുണ്ട് അല്ലെ. അതുപോലെ ന്യൂ പ്രൊഡക്റ്റ്, അതുപോലെ പാക്കേജിങ്, അതുപോലെ എന്താണ് ഡിസൈൻ, ബ്രാൻഡ് നെയിം, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇതൊക്കെയാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ക്വാളിറ്റി ഉണ്ട്, അതുപോലെ ന്യൂ പ്രൊഡക്റ്റ്, പാക്കേജിങ് അല്ലെ, പ്രൊഡക്റ്റിന്റെ പാക്കേജിങ് ഉണ്ട്, അതുപോലെ ഡിസൈൻ ഉണ്ട്, ബ്രാൻഡ് നെയിം ഉണ്ട് അല്ലെ. ബ്രാൻഡ് നെയിം എന്താണ്? എന്താണ് ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാല്? പേരുകൾ അല്ലെ, ഓരോ പേരുകള്. ഇപ്പോ എന്താണ് നമ്മള് സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കോമൺ പേരാണ് അല്ലെ. ഇനി സോപ്പിന് തന്നെ പല ബ്രാൻഡ് നെയിംസ് ഉണ്ട് അല്ലെ. ലെക്സ് ഉണ്ട്, റെക്സോണ ഉണ്ട്, എഡിമിക്സ് ഉണ്ട് അല്ലെ, പിയേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് കേട്ടോ, കമ്പനി നെയിം. ഓക്കെ. അപ്പൊ അത് ഇനി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സെന്റൻസ് ആണ് ഇമ്പോർട്ടന്റ്. ദ മെയിൻ എയിം, പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ മെയിൻ എയിം എന്താണ്? ഓഫ് product strategy is to involve product
that will meet buyer expectation. Buyer ആരാണ്? buyer ആരായിരിക്കും? buyer ആരാണ്? buyer കസ്റ്റമർ അല്ലെ? സാധനം വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി, യൂസർ എന്ന് പറയാതെ നമുക്ക്. കൺസ്യൂമർ, സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തികള്, അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം ഡെവലപ്മെന്റ് ചെയ്യേണ്ടത്. അതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ മെയിൻ എയിം. ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. ഓക്കെ, അപ്പോ അതിന്റെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാല് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ടു ഇൻവോൾവ് പ്രൊഡക്റ്റ് ദാറ്റ് വിൽ മീറ്റ് ബയർ എക്സ്പെക്ടേഷൻസ്. എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞാല് വാങ്ങുന്ന ആളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം ഡെവലപ്പ് ചെയ്യേണ്ടത്, വികസിപ്പിച്ചെടുക്കേണ്ടത്. അതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നത് അല്ലെ? ഡിസിഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? ഒരു പുതിയൊരു പ്രൊഡക്റ്റ് വികസിപ്പിച്ചെടുക്കുക എന്നുള്ള ഡിസിഷൻ ആണ് അവിടെ എടുക്കുന്നത്. എന്താണ്? അതുപോലെ തന്നെ എന്താണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ്. ഇനി പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്താണ് ഓഫർ ചെയ്യുന്നത്? ശരിയായ കസ്റ്റമർക്ക് ശരിയായ രീതിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് അവിടെ ഓഫർ ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയാണ്? ക്വാളിറ്റി ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്, പാക്കേജിങ്, പ്രൊഡക്റ്റിന്റെ പാക്കേജ്, ഡിസൈൻ ഉണ്ട്, ബ്രാൻഡ് നെയിം ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇതൊക്കെയാണ് നമ്മള് ഈ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി അതിന്റെ മെയിൻ എയിം എന്താണ്? മെയിൻ എയിം, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ എന്താണ്? ബയറിന്റെ എക്സ്പെക്ടേഷൻ അല്ലെ? ബയറിന്റെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തികളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് വികസിപ്പിച്ചെടുക്കണം. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ മാർക്കറ്റ് മിക്സും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയും. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് പ്ലേസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, പ്ലേസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. A distribution strategy is a method of distributing goods or services to end users. അപ്പൊ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ? ഒരു മെത്തേഡ് ആണ് അല്ലെ? എന്ത് മെത്തേഡ് ആണ്? ഗുഡ്സ് ആൻഡ് സർവീസസുകള് ഈ കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അല്ലെ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു സെൻസ് വെച്ചിട്ടൊന്ന് ആലോചിക്കുക കേട്ടോ. എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ്
കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് നമ്മൾ എങ്ങനെ എത്തിക്കണം എന്നുള്ള തന്ത്രങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ക്ലിയർ ആയോ? ഇനി അതിന്റെ ഡിസിഷൻ നോക്കിയേ. ഡിസിഷൻ വിച്ച് റിഗാർഡഡ് ടു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്. എങ്ങനെ ഇവിടെ എന്താണ് ഡിസിഷൻ എടുക്കുന്നത്? എങ്ങനെ ഭൗതികമായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ അല്ലെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വഴി എങ്ങനെയാണ് ഗുഡ്സ് ആൻഡ് സർവീസസുകള് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കാൻ പറ്റാം എന്നുള്ള ഡിസിഷൻ ആണ് ഇവിടെ ഇവര് എടുക്കുന്നത്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ എടുക്കുന്നത്. മനസ്സിലായോ? ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസുകള് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. എന്താണ് ഈ ഞാൻ പറയാം കേട്ടോ. റൈറ്റ് ഗുഡ്സ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. ഇനി അവിടെ എങ്ങനെയാണ് റൈറ്റ് ശരിയായ രീതിയിലുള്ള ഗുഡ്സ് ശരിയായ ടൈമില് ശരിയായ പ്ലേസിൽ എത്തിച്ചു കൊടുക്കണം. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ആണ് പഠിക്കുന്നത് അല്ലെ. ശരിയായ ഗുഡ്സ് ശരിയായ രീതിയിലുള്ള ഗുഡ്സ് റൈറ്റ് ടൈമില് റൈറ്റ് പ്ലേസിൽ എത്തിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ എത്തിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് സെലക്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ചാനൽസ് ഡിഫറെന്റ് ചാനൽസിലൂടെയാണ് കസ്റ്റമേഴ്സിന് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുക അല്ലെ. ഒന്ന് ഓർത്ത് നോക്കിയേ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഒരു കർഷകൻ എന്ത് ചെയ്തു? പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തു. ആ കൃഷി ചെയ്ത് അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി വിളവെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കസ്റ്റമേഴ്സിന് നേരിട്ട് പോയിട്ട് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം അല്ലെ. അങ്ങനെ ഒരു നമുക്ക് എന്താണ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ കർഷകൻ ഹോൾസെയിൽ ഷോപ്പിലേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ നിന്നും കസ്റ്റമേഴ്സിന് വാങ്ങിച്ചു കൊണ്ടുപോവാലോ. അങ്ങനെ പലതരത്തിലുള്ള പലതരത്തിലുള്ള ചാനൽസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഗുഡ്സുകള് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തുന്നു. പലതരത്തില് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിലൂടെ. കിട്ടിയോ? ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്താണെന്ന് എക്സാമ്പിൾ മനസ്സിലായോ? ഓക്കെ. അപ്പോ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസുകള് കസ്റ്റമേഴ്സിന് എങ്ങനെയെല്ലാം എത്തിക്കാം, ഏത് മെത്തേഡ്സിലൂടെ എത്തിക്കാം. അത് ഇവിടെ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിലൂടെ ഭൗതികമായിട്ട് കസ്റ്റമേഴ്സിന് ഗുഡ്സ് ആൻഡ് സർവീസസ് എങ്ങനെയെല്ലാം എത്തിച്ചു കൊടുക്കാം എന്നൊരു ഡിസിഷൻ ആണ് ഇവിടെ എടുക്കുന്നത്. അതെങ്ങനെയാണ്? റൈറ്റ് ഗുഡ്സ് അല്ലെ ശരിയായ ഗുഡ്സ് ശരിയായ ടൈമില് ശരിയായ പ്ലേസില് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കാം. ഇനി ഡിഫറെന്റ് ചാനൽസ് മാർക്കറ്റിംഗ് ചാനൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എന്താണ്? കൃഷിക്കാരൻ അല്ലെ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകൻ വിളവെടുത്ത് കഴിഞ്ഞ് അയാളെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കസ്റ്റമേഴ്സിന് അവിടെ പോയി വാങ്ങിക്കാം അല്ലെ. ഡയറക്റ്റ് മാർക്കറ്റിംഗ് അല്ലെ. ഡയറക്റ്റ് മാർക്കറ്റിംഗിലൂടെ വാങ്ങിക്കാം. അതുപോലെ തന്നെ എന്താണ്? ഈ കൃഷിക്കാരന് തന്നെ ഹോൾസെയിൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കടയിൽ നിന്നും കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകാം അല്ലെ. അങ്ങനെയും പലതരത്തിലുള്ള ചാനൽസ് വഴി കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് ഗുഡ്സുകൾ എത്തുന്നുണ്ട്. ഓക്കെ ആണോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതോ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പ്രമോഷണൽ സ്ട്രാറ്റജി അല്ലെ. പ്രമോഷണൽ സ്ട്രാറ്റജി. എ പ്രമോഷണൽ സ്ട്രാറ്റജി ഇസ് എ പ്ലാൻ ആണല്ലേ. പ്ലാൻ that is actionable to influence people about your business, create more leads and boost customer engagement. എന്താണ് ഈ പ്രമോഷണൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല്? ഒരു പ്ലാൻ ആണ്. വെരി ഗുഡ്. അഡ്വർടൈസിംഗിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ ഇറക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ഈ കസ്റ്റമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യിക്കണം അല്ലെ. ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇതാണ്, ഇത്ര ക്വാളിറ്റി ഉണ്ട്, ഇത്ര റേറ്റ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് നമ്മൾ എത്തിക്കണം. എന്തിലൂടെയാണ്? പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റിലൂടെ. ചിലപ്പോൾ എന്താണ്? പേപ്പറിലൂടെ നമുക്ക് പരസ്യം ചെയ്യാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നമുക്ക് കൊടുക്കാം അല്ലെ. അങ്ങനെ ഒരു പ്ലാൻ ആണ്. പലതരത്തിലുള്ള എന്താണ് മീഡിയ വഴി നമുക്ക് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആണ് പ്രമോഷണൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടല്ലേ. അത് തന്നെ
ബെനഫിറ്റ് അറിയാം, ഫീച്ചേഴ്സ് അറിയാം അല്ലെ. നമ്മളെ പ്രൊഡക്റ്റിന്റെ ബെനഫിറ്റ് ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് പലതരത്തില് ആപ്സിലൂടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ ഈ പ്രൊമോഷണൽ സ്ട്രാറ്റജി കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ പീപ്പിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ പറ്റും അല്ലെ, സ്വാധീനിക്കാൻ പറ്റും. അതിലൂടെ നമ്മുടെ ബിസിനസ് അവരെ അറിയിക്കാം. അതുപോലെ തന്നെ അവരെ അറിഞ്ഞു കഴിഞ്ഞ് അതില് അവരെ അട്രാക്റ്റീവ് ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്രൊഡക്റ്റ് മോർ സെയിൽ ആകും അല്ലെ, കുറെ സെയിൽ ഉണ്ടാവും, നമുക്ക് പ്രോഫിറ്റ് കിട്ടും ഇല്ലേ. അങ്ങനെയുള്ള തന്ത്രങ്ങളാണ് ഈ പ്രൊമോഷണൽ സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ ആയോ? പ്രൊമോഷണൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാൻ ആണ് അല്ലെ. പ്ലാൻ ദാറ്റ് ഈസ് ആക്ഷനബിൾ ടു ഇൻഫ്ലുവൻസ് people about your business. പീപ്പിളിന് അറിയാൻ പറ്റും നമ്മുടെ ബിസിനസ്, നമ്മുടെ പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളത്. ഇനി അതുവഴി എന്താണ്? ക്രിയേറ്റ് മോർ ലീഡ്സ്. ലീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ സെയിൽസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അവരെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ് എന്നുള്ളത്, നമ്മുടെ ഫീച്ചേഴ്സ്, ആ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാല് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും? നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് തുടങ്ങും അല്ലെ. അങ്ങനെ വാങ്ങിക്കുമ്പോ എന്താണ്? കൂടുതൽ സെയിൽ ഉണ്ടാവും. അതുവഴി കസ്റ്റമേഴ്സ് ആയിട്ട് കൂടുതൽ നമുക്ക് റിലേഷൻഷിപ്പ്, എൻഗേജ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇടപാടുകൾ അല്ലെ, കസ്റ്റമേഴ്സുമായിട്ട് കൂടുതൽ ഇടപെടലുകള് കൂട്ടാനായിട്ട് സാധിക്കുന്നു. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ്, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ പ്രൊമോഷണൽ സ്ട്രാറ്റജി എന്താണെന്ന്? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി പ്രൈസിംഗ് സ്ട്രാറ്റജി നോക്കിയേ. പ്രൈസിംഗ് സ്ട്രാറ്റജി എന്താണെന്ന്? ഡീൽസ് വിത്ത് മോഡ്സ് ഓഫ് സെറ്റിംഗ് പ്രൈസ്. അവിടെ എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. പ്രൈസിംഗ് സ്ട്രാറ്റജി. പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോ സെറ്റിംഗ് പ്രൈസ് എന്നുള്ളത് ഓർമ്മ വരണം കേട്ടോ. അപ്പൊ പ്രൈസ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Which should be both justifiable and competitive and bring in profit. എന്തായിരിക്കണം? ജസ്റ്റിഫയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? both justifiable and competitive. ജസ്റ്റിഫയബിൾ എന്ന് പറഞ്ഞാല് ന്യായമായ രീതിയിലുള്ള പ്രൈസ് ആയിരിക്കണം അല്ലെ. സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസ് ആയിരിക്കണം നമ്മള് ഓഫർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ. ഓക്കെ. അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ്, മറ്റു പ്രൊഡക്റ്റുമായിട്ട്. ഇപ്പൊ സോപ്പിന് തന്നെ പലതരത്തിലുള്ള സോപ്പുകളുണ്ട് അല്ലെ, പല ബ്രാൻഡ് നെയിമുള്ള സോപ്പുകളുണ്ട്. അപ്പോ നമ്മൾ സോപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്താണ്? മറ്റു സോപ്പുകളോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവണം, ബെനിഫിറ്റ് ഉണ്ടാവണം. അതുപോലെ ന്യായമായിട്ടുള്ള പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കണം. ഇനി എന്താണ്? അങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് കൂടുതൽ സെയിൽ ഉണ്ടായി പ്രോഫിറ്റ്, കൂടുതൽ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് പ്രൈസിംഗ് സ്ട്രാറ്റജി. ന്യായമായ രീതിയിലും മറ്റു പ്രൊഡക്റ്റുകളോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ തരത്തിലുള്ള പ്രൈസ് ആയിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ 3 സ്ട്രാറ്റജിയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. 4 സ്ട്രാറ്റജി പറഞ്ഞു. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി നമ്മൾ വായിച്ചു നോക്കിയതാണ്. ഈ 3 സ്ട്രാറ്റജി ഒന്ന് വായിച്ചു നോക്കിയൊന്ന്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. Third point. ആർക്കും മനസ്സിലായി? തേർഡ് പോയിന്റ് പ്രൊമോഷണൽ സ്ട്രാറ്റജി. ആർക്കും മനസ്സിലായ പ്രൊമോഷണൽ സ്ട്രാറ്റജി? ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റോ? ഗ്രീഷ്മ ഒന്ന് പറഞ്ഞു കൊടുക്കോ? മിസ് അൺമ്യൂട്ട് ആക്കാം.
കോമ്പറ്റിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? കോമ്പറ്റിറ്റീവ് കോമ്പറ്റീഷൻ എന്തായിരിക്കും? മറ്റൊരു പ്രൊഡക്റ്റുമായിട്ട് കോമ്പറ്റേറ്റീവ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന. ആ ഓക്കെ, മത്സരിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ മത്സരം. ഇനി പ്രമോഷണൽ സ്ട്രാറ്റജി ഒന്ന് പറഞ്ഞു കൊടുക്കോ? ഒരു കുട്ടിക്ക് മനസ്സിലായില്ല അത് പറയും. പ്രൊമോഷൻ പറഞ്ഞോളൂ. അത് നമ്മൾ ഇറക്കുന്ന ഒരു പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസിങ് കൊടുക്കുന്നതാണ്. മാർക്കറ്റിലേക്ക് അതിന്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ അത് കാണുകയും ചെയ്യും, നമുക്ക് വാങ്ങുകയും ചെയ്യും, നമുക്ക് അതിന്റെ പ്രോഫിറ്റ് ഉണ്ടാവുകയും ചെയ്യും. അതിനെയാണ് പ്രൊമോഷണൽ എന്ന് പറയുന്നത്. മനസ്സിലായോ ഇപ്പോ ചോദിച്ചത്? സഫിയ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വായിച്ചു നോക്കിയോ 3 സ്ട്രാറ്റജി? ഓക്കെ ആണോ? ക്രിയേറ്റ് ലീഡ് അല്ലെ? ഇവിടെ ക്രിയേറ്റ് മോർ ലീഡ്സ്, കുറെ സെയിൽസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബിസിനസ് അവരെ അറിയിക്കുമ്പോ ഈ പ്രൊമോഷൻ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സിലൂടെ ഒക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അവരെ അറിയിക്കുമ്പോൾ കൂടുതൽ അവര് സ്വാധീനിക്കുന്നുണ്ട് അല്ലെ, ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ഇതാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണെന്ന് അവരെ അറിയിക്കുമ്പോൾ അവരതില് നല്ല രീതിയിൽ സ്വാധീനിച്ചുകൊണ്ട് കൂടുതൽ സെയിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാകാനായിട്ടും അതുപോലെ തന്നെ കസ്റ്റമേഴ്സുമായിട്ട് കൂടുതൽ ഇടപാടുകൾ അല്ലെ എൻഗേജ്മെന്റുകൾ ഉണ്ടാക്കാനായിട്ടും സഹായിക്കുന്നു. എന്തിലൂടെ? ഇമോഷണൽ സ്ട്രാറ്റജിയിലൂടെ. ഓക്കെ ആണോ പ്രമോഷണൽ സ്ട്രാറ്റജി? ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. പ്രമോഷൻ കൊടുക്കാറില്ലേ നമ്മളിപ്പോ ഒരു സിനിമയ്ക്ക് ഇറങ്ങുമ്പോ എന്താണ് ഒരു എന്താ ലോഞ്ചിങ് എന്നൊക്കെ പറഞ്ഞു വരാറില്ലേ, അല്ലെങ്കിൽ കമ്മിങ് സൂൺ. അപ്പൊ എന്താണ് റിവ്യൂ ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്താണ് സിനിമ നല്ലതാണ് എന്ന് പറയാം അല്ലെ, നമ്മള് അല്ലെങ്കിൽ കാണാൻ പോവാന്ന് പറയാറുണ്ട് അല്ലെ. അതൊക്കെ എന്താ ഒരു പ്രമോഷന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഓരോ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? റിവ്യൂ ഇന്റർവ്യൂസ് ഉണ്ടാവാറുണ്ട് ഇല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും കൂടുതൽ അഡ്വർടൈസ്മെന്റിലൂടെയൊക്കെയാണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ഒരു ന്യൂ ടെക്നോളജി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാറില്ലേ നിങ്ങള്? ഇപ്പൊ കണ്ണാശുപത്രിയുടെ തന്നെ അഡ്വർടൈസ്മെന്റ് കാണാറില്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്? അതൊക്കെയാണ് ഈ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. ഈ എന്താണ് കൂടുതൽ ബെനിഫിറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ടെക്നോളജി ഇതാണ് ഞങ്ങൾ പുതിയതായിട്ട് ഇറക്കുന്ന ടെക്നോളജി, ഇതൊക്കെ നമ്മൾ കാണാറുള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഈ ആഡ്സുകളൊക്കെ ഒന്ന് നോക്കുക, കിട്ടും നിങ്ങൾക്ക്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് യെസ്, ഇതൊക്കെയാണ് മറ്റുള്ളവർ യൂസ് ചെയ്ത് പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ അവർ പറയാറുണ്ടല്ലോ ഇല്ലേ? ഇപ്പൊ നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് കുറെ ആളുകള് പ്രമോഷന് വേണ്ടിയിട്ട് പ്രമോഷണൽ വീഡിയോസ് ഇടുന്നത്. അത് തന്നെ ബ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ. മുടി വളരുന്നത് എന്താ ഒരു സ്പ്രേ ഉണ്ടല്ലോ, മറന്നുപോയി, ഈ മുടി വളരാനായിട്ട് റോസ്മേരി വാട്ടറോ അങ്ങനെ അത് തന്നെ. യെസ്, അതിന്റെയൊക്കെ കാണിക്കാറില്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോർഷൻ നോക്കാം. ഹെയർ ഓയിൽ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ പ്രൊമോഷണൽ വീഡിയോസ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം. Development of new product and redesigning an old one. അപ്പൊ ഒരു കമ്പനിയിൽ ഒരു ന്യൂ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പഴയ പ്രൊഡക്റ്റ് പുതിയതാക്കി മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട്
കുറച്ച് സ്റ്റെപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു സിക്സ് സ്റ്റെപ്പ് വരെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. എളുപ്പമാണ് പഠിക്കാനായിട്ട്. അതിന്റെ കൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓരോ സ്റ്റെപ്പിന്റെ എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. എളുപ്പമാണ് പഠിക്കാനായിട്ട്. ഓരോ സ്റ്റെപ്പ് നോക്കി വെക്കുക കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്, ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ ഇനിയിപ്പോ ബിസിനസ് അനാലിസിസ് ആ തേർഡ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് വരുന്ന സ്റ്റെപ്പ് ഏതാണ് അതൊക്കെ ചോദിക്കാം. ഓർഡറിൽ ഫസ്റ്റ് തൊട്ട് 6th വരെയുള്ള ഓർഡേഴ്സ് പഠിച്ചിരിക്കാം. നോക്കാം. സ്റ്റെപ്പ് 1 നോക്കിയേ. ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദ ന്യൂ പ്രൊഡക്റ്റ്. Idea born in the minds of an individual or group. ഇനി ഐഡിയ ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൺ വരുന്നതല്ലേ, അല്ലെങ്കിൽ ജനിക്കുന്നത് അല്ലെ. ഐഡിയ ഇപ്പൊ ഒരു പുതിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം എന്നുള്ള ഐഡിയ വരുന്നത് എങ്ങനെയായിരിക്കാം? ഇപ്പൊ നമ്മളൊരു കൂട്ടമായിരിക്കുമ്പോ ചിലപ്പോ ഒരാളിൽ നിന്നായിരിക്കാം വരുന്നത് അല്ലെ. ഒരാളിൽ നിന്ന് വരാം. അല്ലെങ്കിൽ കൂട്ടത്തോടെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ആ ഗ്രൂപ്പില് സംസാരങ്ങൾ വന്ന് അങ്ങനെയും നമുക്ക് എന്താണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ കൂട്ടമായി ചേർന്ന് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ള ഐഡിയ കിട്ടുമല്ലേ നമുക്ക്. അപ്പൊ ഒരാളിൽ നിന്നോ ഇൻഡിവിജ്വലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്നോ ആവാം ഐഡിയാസ് വരുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ജനറേഷൻ ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് ദ ന്യൂ പ്രൊഡക്റ്റ്. ഓക്കെ, ജനറേഷൻ ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. എങ്ങനെയാണ്? ഒരാളിൽ നിന്നോ ഒരു ഇൻഡിവിജ്വലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്നോ ആവാം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം എന്നുള്ള ഐഡിയ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. കിട്ടിയില്ലേ ഫസ്റ്റ് സ്റ്റെപ്പ്? ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയേ. സ്ക്രീനിങ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രീനിങ് മീൻസ് ഇതായിരിക്കാം പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. സ്ക്രീനിങ് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രീനിങ് തെരഞ്ഞെടുക്കുക അല്ലെങ്കിൽ എന്താണ്? സൂക്ഷ്മ പരിശോധന അല്ലെ. സൂക്ഷ്മ പരിശോധന അല്ലെ, അങ്ങനെയും പറയും. അപ്പൊ സ്റ്റെപ്പ് 2 എന്താണ്? സ്ക്രീനിങ് ആണ്. ഇതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. ഐഡിയാസ് that meet up with companies' objectives and promise good sales for taken into consideration. Okay, if not remove എന്നുള്ളത് ജസ്റ്റ് അവിടെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് തിരിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ PDF-ല് അത് ഇട്ടാവില്ലല്ലോ. ആ വേർഡ് ഉണ്ടോ? ആ വാക്കുണ്ടോ? ആ സെന്റൻസ് ഇല്ല. ഓക്കെ, അതില്ല കേട്ടോ. സ്ക്രീനിൽ അത് കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് തെറ്റാണ്. ഓക്കെ, ആ കൺസിഡറേഷൻ വരെയേ ഉള്ളൂ കേട്ടോ. ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം കേട്ടോ. PDF-ല് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ ആ ഇതില്ല. ഇഫ് നോട്ട് റിമൂവ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതി. കൺസിഡറേഷൻ വരെയേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് കറക്റ്റ് ആണ് അല്ലെ. ഓക്കെ, ഐഡിയ ദാറ്റ് മീറ്റ് അപ്പ് വിത്ത് കമ്പനി ഒബ്ജക്റ്റീവ്സ് and promise good sales are taken into consideration. എന്താണ് പറയുന്നത്? ഇപ്പൊ നമ്മളൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് നോക്കിയിട്ട് വേണം ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? ഒരു കമ്പനിക്ക് എന്തുണ്ടാവും? ലക്ഷ്യങ്ങൾ അല്ലെ, ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അപ്പൊ നമ്മളൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് നോക്കി അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലായ രീതിയിലൊന്ന് എഴുതി വെക്കാം കേട്ടോ. ചിലപ്പോ വായിച്ചു നോക്കുമ്പോൾ ക്ലിയർ ആവില്ല. എക്സാമിനൊക്കെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ക്ലിയർ ആയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതാണ് മിസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേട്ടോ. അറിയുന്ന രീതിയിൽ, മനസ്സിലായ രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതി വെക്കുക. കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് നോക്കിയിട്ടായിരിക്കണം നമ്മൾ ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ,
ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. പിന്നീടാണ് ഒബ്ജക്റ്റീവ്സ്, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് നോക്കി അതനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തു. അതിനുശേഷം ഡിസിഷൻ ഈസ് മെയ്ഡ് ഇമ്പോർട്ടന്റ് അല്ലെ. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് മനസ്സിലാക്കി അതിനുശേഷം എന്താണ് പിന്നീട് ഡിസിഷൻ എടുക്കണം. ഡിസിഷൻ മെയ്ഡ് ഈസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ജനറേഷൻ ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോഴോ ഗ്രൂപ്പിൽ നിന്നോ ആണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ക്രീനിങ്ങിൽ എന്താ പറഞ്ഞത് നമ്മള് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് അല്ലെ. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഡിസിഷൻ ഈസ് അല്ലെങ്കിൽ ഡിസിഷൻ മേഡ് ഈസ് ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ആണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് നോക്കി മനസ്സിലാക്കി, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് നോക്കി മനസ്സിലാക്കി അതിനുശേഷം ഡിസിഷൻ എടുക്കണം. ഇനി ആ ഡിസിഷൻ എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? യൂസിങ് ചെക്ക് ലിസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് സച്ച് ആസ്. ഇനി നമ്മൾ നോക്കണം അല്ലെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്. ചെക്ക് ലിസ്റ്റ് നമ്മൾ നോക്കാം എന്തൊക്കെയാണ്. നോക്കിയേ, ഫസ്റ്റ് നോക്കിയേ, ഫീച്ചേഴ്സ് ഓർ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം അല്ലെ. ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മള് മാർക്കറ്റിൽ ഇറക്കേണ്ടത് അല്ലെ. അതിന്റെ ക്വാളിറ്റി എത്രത്തോളം വേണം എന്നുള്ളത് നോക്കാം. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് നോക്കിയേ, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ഓർ പേഴ്സണൽസ്. ഇനി നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു, ആ പ്രൊഡക്റ്റിന് എന്താണ് കുറച്ച് റോ മെറ്റീരിയൽസ് ഒക്കെ വേണം അല്ലെ. ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. അതുപോലെ തന്നെ ലേബേഴ്സും അല്ലെ, അതിന് വർക്ക് ചെയ്യാൻ തരത്തിലുള്ള ലേബേഴ്സ് ഉണ്ടോ, അതാണ് അവിടെ പേഴ്സണൽസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ലേബേഴ്സ് വർക്കേഴ്സ് ഉണ്ടോ അവിടെ കമ്പനിയിൽ അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ. ഇനി എന്താണ് കമ്പനീസ് കാപ്പബിലിറ്റി, കമ്പനിയുടെ കഴിവ്. ഈ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പനിക്ക് തരത്തിലുള്ള കഴിവുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് ആ ഫാക്ടേഴ്സ് നമ്മൾ നോക്കണം. പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമ്മൾ നിർബന്ധമായി നോക്കണം അല്ലെ. നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അതിന് മോർ സെയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൂടുതൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് വേണം കൊടുക്കാനായിട്ട് അല്ലെ, ഇറക്കാനായിട്ട്. അപ്പൊ ആ ക്വാളിറ്റിയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കമ്പനിയിൽ അതിനുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടോ, അതിനുള്ള വർക്കേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മള് നോക്കാം. ഇനി എന്താണ്? ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അതിനുള്ള കഴിവ് കമ്പനിക്ക് ഉണ്ടോ എന്നും കൂടി നോക്കണം അല്ലെ. കമ്പനീസിന്റെ കാപ്പബിലിറ്റി, കഴിവുണ്ടോ എന്നതൊക്കെ ശ്രദ്ധിക്കണം നമ്മള്. ഇനി എന്താണ്? ഫെസിലിറ്റീസ് റിക്വയർഡ് അല്ലെ. ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു. അതിനുശേഷം സൗകര്യങ്ങള്, ഏതൊക്കെ സൗകര്യങ്ങള് കമ്പനിക്കുണ്ട്. എന്താണ്? നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയോ? അതെന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം അല്ലെ. സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ള ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യണം. ഇത്തരം കാര്യങ്ങളാണ് സ്റ്റെപ്പ് 2 വരുന്നത്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2.
ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് തേർഡ് സ്റ്റെപ്പ്, ബിസിനസ് അനാലിസിസ്. ബിസിനസ് അനാലിസിസ്, evaluation of overall comprehensive market potential. എന്താ പറയുന്നത്? ഫസ്റ്റ് പോയിന്റ്, evaluation of overall comprehensive market potential. ഓക്കെ, ഓവറോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തത്തിലുള്ള അല്ലെ, മൊത്തത്തിലുള്ള സമഗ്രമായ വിപണി സാധ്യത നമ്മൾ നിലനിർത്തണം. ഒന്നുകൂടി പറയാം, മൊത്തത്തിലുള്ള സമഗ്രമായ വിപണി സാധ്യത നിലനിർത്തുക. കറക്റ്റ് ആക്കി മനസ്സിലാക്കി പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മൾ ആദ്യം നമ്മളൊരു ഐഡിയ കൊണ്ടുവന്നു, അതുപോലെ തന്നെ ക്വാളിറ്റി, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കി, അതുപോലെ റോ മെറ്റീരിയൽസ് ഉണ്ടോ, അതിനുള്ള ലേബേഴ്സ് ഉണ്ടോ, അതുപോലെ തന്നെ കമ്പനിക്ക് അതിനുള്ള ആ പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവ് അല്ലെ, ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ സ്ക്രീനിങ് ചെയ്തു, സൂക്ഷ്മ പരിശോധന നടത്തി. ഇനി ആ പ്രൊഡക്റ്റ് നമ്മൾ വിപണിയിൽ മാർക്കറ്റിൽ ഇറക്കുമ്പോ എത്രത്തോളം അത് വിറ്റഴിഞ്ഞു പോകും അല്ലെ, സെയിൽ ഉണ്ടാവോ എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. അസസ്മെന്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യണം. മൊത്തത്തിലുള്ള അത് നമ്മൾ എന്ത് ചെയ്യണം, ആ വിപണി സാധ്യത നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിറ്റഴിഞ്ഞു പോകോ, സെയിൽസ് ഉണ്ടാവോ എന്നുള്ളതും കൂടി നമ്മള് വിലയിരുത്തണം. അതാണ് ഇവാലുവേഷൻ ഓവർ ഓൾ കോംപ്രിഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. മൊത്തത്തിലുള്ള വിപണി സാധ്യത വിലയിരുത്തണം. ഇനി അങ്ങനെ നമ്മള് മാർക്കറ്റില് പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കുമ്പോൾ അത് വിറ്റഴിഞ്ഞു പോകുന്നത് നമ്മൾ നോക്കി. അതിനുശേഷം അപ്പൊ അങ്ങനെയുള്ള കൂടുതൽ സെയില് കിട്ടുന്ന, മാർക്കറ്റിൽ കൂടുതൽ വിറ്റഴിഞ്ഞു പോകുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മള് മാർക്കറ്റിൽ ഇറക്കേണ്ടത്. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമ്മള് മാർക്കറ്റിൽ ഇറക്കുമ്പോ അതിനെന്ത് വേണം? കുറച്ച് ഫിനാൻഷ്യൽ റിസോഴ്സസുകൾ വേണം അല്ലെ. നോക്കിയേ, ഫിനാൻഷ്യൽ റിസോഴ്സ് ഫോർ പ്രൊഡക്ഷൻ. എന്തിനൊക്കെയാണ് ഫിനാൻസ് വേണ്ടത്? അത് പ്രൊഡക്ഷൻ നടത്താനല്ലേ, ഉണ്ടാക്കാനായിട്ട്, അതുപോലെ പ്രമോഷന് വേണ്ടിയിട്ട് അല്ലെ, പല ആഡ്സുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മാർക്കറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, വിതരണം ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? ഫിനാൻസ് അത്യാവശ്യമാണ്. ഇനി നോക്കിയേ, ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്രൊഡക്ട്സ് കോമ്പറ്റിറ്റീവ് സ്ട്രെങ്ത്. ഗ്രോത്ത് റേറ്റ് അല്ലെ, മറ്റു എന്താണ്, ഈ ചിലപ്പോ നമ്മളിപ്പോ ഒരു സോപ്പ് ആയിരിക്കും ഉണ്ടാക്കുന്നത്, അപ്പോ മറ്റു പല ബ്രാൻഡിലുള്ള പ്രൊഡക്റ്റുകളും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ, കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് മറ്റു പ്രൊഡക്റ്റുകളോട് മത്സരിച്ച് നിൽക്കാൻ തരത്തിലും, അതുപോലെ തന്നെ എന്താണ്, ഒരു പ്രൊഡക്റ്റിന് കോമ്പറ്റിറ്റീവ് സ്ട്രെങ്ത് ഉണ്ടാകുന്ന രീതിയിൽ മത്സരിച്ച് നിൽക്കാൻ പറ്റുക, അതുപോലെ തന്നെ കൂടുതൽ നമ്മുടെ പ്രൊഡക്റ്റിന് സെയിൽ ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ മാർക്കറ്റിൽ വിറ്റഴിഞ്ഞു പോവോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ക്ലിയർ ആയോ? ഫിനാൻഷ്യൽ റിസോഴ്സസ് വേണം. എന്തിനൊക്കെയാണ് ഫിനാൻസ് വേണ്ടത്? പ്രൊഡക്ഷൻ നടത്താനായിട്ട്, പ്രമോഷൻ കൊടുക്കാനായിട്ട്, അതുപോലെ അത് മാർക്കറ്റിലേക്ക് വിതരണം ചെയ്യാനായിട്ടുള്ള ഫിനാൻസ് അവിടെ അത്യാവശ്യമുണ്ട്. അത് നമ്മൾ അനലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റ് അല്ലെ, ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പൊ മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്രോത്ത് ആവോ, അല്ലെങ്കിൽ ബിസിനസ്സിൽ കുറെ കാലം നിലനിൽക്കോ, സെയിൽ ഉണ്ടാവോ, അല്ലെങ്കിൽ ഫെയിൽ ആവോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ മറ്റു പ്രൊഡക്റ്റുകളോട് മത്സരിച്ച് നിൽക്കാൻ തരത്തിലുള്ള സ്ട്രെങ്ത് ഉണ്ടോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണ്, മാർക്കറ്റില് ചിലപ്പോൾ ഫെയിൽ ആയി പോവാൻ സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെയുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കൂടുതൽ വിറ്റഴിഞ്ഞു പോകാൻ രീതിയിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മള് മാർക്കറ്റിൽ ഇറക്കേണ്ടത്. ഓക്കെ ആണോ? ബിസിനസ് അനാലിസിസ് ഇനി നെക്സ്റ്റ് ആണ് സ്റ്റെപ്പ് 4 കേട്ടോ, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. രണ്ട് കാര്യങ്ങളാണ് അവിടെ വരുന്നത്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് feedback of consumer reaction once
പാക്കേജിംഗ്, ബ്രാൻഡിങ്, എക്സെട്ര. രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ്, എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കൺസ്യൂമേഴ്സിന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്ഷൻ പ്രതികരണം അല്ലെ? കൺസ്യൂമേഴ്സിന്റെ പ്രതികരണം എങ്ങനെയാണ്? നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ല പ്രൊഡക്റ്റ് ഇറക്കാൻ പോകുന്നുണ്ടെങ്കിലും അവരുടെ പ്രതികരണം ഉണ്ടാവുമല്ലോ, നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ കൺസ്യൂമേഴ്സിന്റെ പ്രതികരണം എങ്ങനെയാണ്? അവരുടെ ആവശ്യങ്ങൾ, റിവ്യൂസ് വഴി. ഓക്കെ, അതുപോലെ വാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യം. അതുപോലെ തന്നെ പാക്കേജിങ്, ചിലപ്പോ നമ്മുടെ റാപ്പിംഗ് ആയാലും പാക്കേജിംഗ് ഒക്കെ ആയാലും കണ്ടിട്ട് അട്രാക്റ്റീവ് ആകുന്ന കൺസ്യൂമേഴ്സ് ഉണ്ടാവും അല്ലെ, കസ്റ്റമേഴ്സ് ഉണ്ടാവും. അതുപോലെ ബ്രാൻഡ് നെയിമുകൾ നോക്കി വാങ്ങുന്ന കൺസ്യൂമേഴ്സ് ഉണ്ടാവും. ഇന്ന ബ്രാൻഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബ്രാൻഡിങ്ങിനെ കുറിച്ചും പാക്കേജിങ്ങിനെ കുറിച്ചും കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങളെ കുറിച്ചും കൺസ്യൂമേഴ്സിന്റെ പ്രതികരണങ്ങളെ കുറിച്ചും ഫീഡ്ബാക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് ഐഡിയ ഇൻടു ഫൈനൽ പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റിനെ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന ജോലി ആരുടെയാണ്? എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെയാണ്. മനസ്സിലായോ? അപ്പൊ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ പറയുന്നുണ്ട്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈ മാർക്കറ്റ്, നമ്മുടെ വിപണിയെ ഒന്ന് അനലൈസ് ചെയ്ത് ഏത് തരത്തിലുള്ള കൺസ്യൂമേഴ്സ് ആണ് കൂടുതൽ സാധനങ്ങൾ, ഏത് തരത്തിലുള്ള സാധനങ്ങളാണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്, ആ പ്രൊഡക്റ്റിനോടുള്ള അവരുടെ പ്രതികരണം എങ്ങനെയാണ്, ബ്രാൻഡ് നെയിം ഏത് തരത്തിലുള്ള ബ്രാൻഡിങ് ആണ് അവര് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ പാക്കേജിങ് ഏതൊക്കെയാണ് അവര് അട്രാക്റ്റീവ് ആകുന്നത് എന്നുള്ളത് നോക്കി അനലൈസ് ചെയ്ത് ആ ഫീഡ്ബാക്ക് ആർക്ക് കൊടുക്കും? എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈ ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മുടെ ആ പ്രൊഡക്റ്റിനെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സ്റ്റെപ്പ് 5. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. കൺസ്യൂമേഴ്സ് റിയാക്ഷൻ ടു ദ ന്യൂ പ്രൊഡക്റ്റ്. നമ്മള് ടെസ്റ്റ് മാർക്കറ്റിംഗ് നടത്താറുണ്ട് അല്ലെ? ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോ ഷാമ്പൂന്റെ ഒക്കെ ചെറിയ ചെറിയ 1 രൂപ അല്ലെങ്കിൽ 2 രൂപയുടെ ഒക്കെ ചെറിയ ചെറിയ പാക്കറ്റ്സ് കണ്ടിട്ടുണ്ടോ? നിങ്ങള് വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ വീടുകളിലൊക്കെ. കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അവര് പുതിയ സാമ്പിൾസ്, പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നതിന് പകരം ചെറിയ ചെറിയ സാമ്പിൾസ് ഇറക്കും ആദ്യം. ടെസ്റ്റ് മാർക്കറ്റിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റ് ആണ് കൺസ്യൂമർക്ക് ആവശ്യമായിട്ട് വരുന്നത്. നമ്മളിപ്പോ നമ്മുടെ കമ്പനി ഇപ്പോ ഷാമ്പു ഇറക്കുകയാണെങ്കിൽ ആദ്യം അവരിറക്കുന്നത് എന്താണ്? ചെറിയ ചെറിയ സാമ്പിൾ ആയിരിക്കും. ചെറിയ ചെറിയ സാമ്പിള് ഇനി കസ്റ്റമേഴ്സ് അത് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി, അട്രാക്റ്റീവ് ആയിട്ട് തുടങ്ങി എന്നവര് മനസ്സിലാക്കുമ്പോ 6th സ്റ്റെപ്പിലോട്ട് അവര് കിടക്കും. ഏതാണ്? കമേഴ്സ്യലൈസേഷൻ, ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ്. ആദ്യം അവര് ചെറിയ ചെറിയ സാമ്പിൾ ഇറക്കും, അതിനുശേഷം അവരെ ഇഷ്ടപ്പെട്ട് തുടങ്ങി, അവര് അത് ആക്സെപ്റ്റ് ചെയ്ത്, നമ്മുടെ പ്രൊഡക്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്ന് കമ്പനിക്കാർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും? ഫുൾ സ്കെയിൽ ഓഫ് മാർക്കറ്റിംഗ്, അത് വലിയ വലിയ പോർട്ടിലാക്കിയിട്ട് അവര് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് നടത്താനായിട്ട് തുടങ്ങും. ക്ലിയർ ആയോ? അപ്പൊ അതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗും അതുപോലെ തന്നെ കമേഴ്സ്യലൈസേഷൻ. ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സാമ്പിൾ ആയിട്ടാണ് പുതിയ പ്രൊഡക്റ്റുകൾ അവർ ഇറക്കുന്നത്. ഓക്കെ, ഷാമ്പൂന്റെ ഒക്കെ നിങ്ങള് ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കടയിൽ കാണാത്തവർക്ക് അല്ലെങ്കിൽ കടയിൽ പോയിട്ട് ചോദിച്ചു നോക്കാം. 1 രൂപയുടെ സാമ്പിൾസ് അല്ലെങ്കിൽ 1 രൂപയുടെ 2 രൂപയുടെ ഒക്കെ ഷാമ്പൂ കിട്ടാറുണ്ട് നമുക്ക്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കാണാത്തവരൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഉള്ള ചെറിയ ചെറിയ സാമ്പിൾസ് ആണ് ആദ്യം ഇറക്കി തുടങ്ങാം. ഇനി അത് കസ്റ്റമേഴ്സ് ആക്സെപ്റ്റ് ചെയ്തു, അവർക്ക് അത് ഇഷ്ടപ്പെട്ട് തുടങ്ങി, അട്രാക്റ്റീവ് ആവുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? പുതിയൊരു ആ പ്രൊഡക്റ്റ് വലുതാക്കി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. വലിയ വലിയ സാമ്പിൾസ്
സോറി ഇത് വലിയ വലിയ ബോട്ടിലാക്കിയിട്ട് അവര് മാനുഫാക്ചർ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് ഈ മാർക്കറ്റിലോട്ട് ഇറക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇത്ര വരെയാണ് നമ്മുടെ സ്റ്റെപ്പ് 1 to 6. ഓക്കെ ആണോ? 1 to 6 സ്റ്റെപ്പ്. ഓക്കെ, ഇത് വായിച്ചു നോക്കിയേ. എക്സാമ്പിൾ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതൊക്കെ ഒന്ന് അവിടെ എഴുതി വെക്കാട്ടോ. അപ്പൊ പെട്ടെന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലോട്ട് കയറാൻ പറ്റും. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ആ എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. 6 സ്റ്റെപ്പ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? സ്ക്രീനിങ്. ഒരു സൂക്ഷ്മ പരിശോധന നടത്തുകയാണ് കേട്ടോ. സ്ക്രീനിങ് എന്ന് പറഞ്ഞാല് സൂക്ഷ്മ പരിശോധന. അപ്പോ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഐഡിയാസ് ദാറ്റ് മീറ്റ് അപ്പ് വിത്ത് കമ്പനീസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രോമിസ് ഇറ്റ്സ് സെയിൽസ് ആർ ടേക്കൺ ഇൻടു കൺസിഡറേഷൻ. നമ്മൾ ആദ്യം ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുന്നതെങ്കിൽ, എന്താണ് വികസിപ്പിച്ചെടുക്കുന്നതെങ്കിൽ ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതിനുശേഷമാണ് നമ്മൾ ഡിസിഷൻ ഈസ് മെയ്ഡ് ഈസ് ഇമ്പോർട്ടന്റ്, ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നതെങ്കിൽ, പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ച്, ഒബ്ജക്റ്റീവ് നോക്കിയിട്ട് വേണം നമ്മള് ഈ പ്രൊഡക്റ്റ് വികസിപ്പിച്ചെടുക്കാനായിട്ട്. പിന്നീട് എന്തും കൂടി നോക്കണം, നമ്മളൊരു പ്രൊഡക്റ്റ് വികസിപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ നല്ല രീതിയിൽ സെയിൽ ഉണ്ടാവോ എന്നുള്ളതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇതിനകത്ത്. ഇനി നെക്സ്റ്റ് ആണ് ഡിസിഷൻ മെയ്ഡ് ഈസ് ഇമ്പോർട്ടന്റ്. പിന്നീടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. ഈ ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന ആ പ്രൊഡക്റ്റ് ഇതിന്റെ ക്വാളിറ്റി നോക്കാം, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നോക്കാം. അതിനുശേഷം ഈ മാർക്കറ്റ് നമ്മള് ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്തെടുക്കാൻ വേണ്ടിയതായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടോ, ലേബേഴ്സ് ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കാം. കമ്പനിയിൽ ഇതൊക്കെ അവൈലബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? കമ്പനീസ് ക്യാപ്പബിലിറ്റി, ഈ പ്രൊഡക്റ്റ് വികസിപ്പിച്ചെടുക്കാനായിട്ട് കമ്പനിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്തു. ഇനി ഇത് മാത്രം നമ്മൾ വികസിപ്പിച്ചെടുക്കാൻ മാത്രം പോരാ, എന്ത് ചെയ്യണം? മാർക്കറ്റിൽ അത് അവൈലബിൾ ആക്കണം അല്ലെ. ഫെസിലിറ്റീസ് റിക്വയർഡ്, ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സെയിലിൽ ഗുഡ്സ് ആൻഡ് സർവീസസുകൾ സെയിലും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അവൈലബിൾ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ക്ലിയർ ആയോ? ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്, സ്ക്രീനിങ്, സൂക്ഷ്മ പരിശോധന. ഓക്കെ ആണോ? സ്ക്രീനിങ്ങില് ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ 6 സ്റ്റെപ്പ് വരെ? ഓക്കെ, ഇന്ന് ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നാന്ന് എടുക്കുന്ന ഭാഗങ്ങള് അന്നാന്ന് തന്നെ വായിച്ചു പോവാം. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾസ് പോലെയല്ല തേർഡും ഫോർത്തും. ഓക്കെ, അന്നാന്ന് എടുക്കുന്ന ഭാഗങ്ങള് അന്നാന്ന് തന്നെ വായിച്ചു പോകാം. ചിലപ്പോ അല്ലെങ്കിൽ പിന്നീട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.